ഹായ് എവ്രിവൺ, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 39ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു സയൻസ് നമുക്ക് പഠിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സയൻസ് പഠിച്ചു കൊടുക്കുകയാണ്. സയൻസിൽ ഫിസിക്സ് ആണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഫിസിക്സിലെ ചലനം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ചലനവും ബലവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കാന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ടാസ്ക് ചെയ്ത പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും വീഡിയോ പഠിക്കാൻ വേണ്ടി തരും. ആ വീഡിയോസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും അതിന്റെ എക്സാം നമ്മൾ നടത്തും. ഓക്കെ, ചലനം എന്ന് പറയുന്ന ചാപ്റ്റർ, ചലനവും ബലവും കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു എക്സാം നടത്തും. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോസിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ SCRT ബുക്കിൽ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യും, അതൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്തു തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് SCRT ബുക്കിലുള്ളതും കിട്ടും, അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള കാര്യങ്ങളും കിട്ടും. അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ഇന്ന് പഠിക്കാനുള്ള വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഓക്കെ, താഴെ കൊടുക്കുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെ സോഷ്യൽ സയൻസ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ സയൻസും പഠിച്ചു തുടങ്ങാം. സയൻസ് പ്രധാനമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും മെയിൻ. അല്ലാതെ ചോദ്യോത്തരങ്ങൾ മാത്രം പഠിച്ചു പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് SCRT ബുക്കിൽ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ള പോയിന്റ്സ് മാത്രം, അതായത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. SCRT ബുക്കിൽ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നീട് ഞാൻ ആഡ് ചെയ്തു തരുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്? ആരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ചോദിച്ചത്. ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും. ഓക്കെ, ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരത് മാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഏതൊക്കെയാണ്? ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ആര്? ആനന്ദമഠം എന്ന നോവല് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയിട്ടാണ്. അത് ആരാണ് രചിച്ചത് എന്നാണ് ചോദിച്ചത്. ആരാണ്? ബാങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഓക്കെ, ബാങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിയിട്ട് ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്. ആരാണ്? ബാങ്കിം ചന്ദ്ര ചാറ്റർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് നോവലിൽ നിന്നാണെന്നാണ് ചോദിച്ചത്. ഏത് നോവലിൽ നിന്നാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. ഓക്കെ, ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പലർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള ലിങ്ക് എവിടാന്ന് അറിയില്ല. അതായത് www.edunim.com ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. അത് ആരുടേതാണ്? ബാങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ്. നെക്സ്റ്റ് നോക്കാം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചത്. ദീനബന്ധു മിത്രയാണ്. ഓക്കെ, ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. ആരാണ്? ദീനബന്ധു മിത്ര. നെക്സ്റ്റ് നോക്കാം. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തിട്ട് ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഇന്ത്യൻ അസോസിയേഷൻ ആണ്. ഓക്കെ, ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഇന്ത്യയിലുടനീളം പ്രചരിപ്പിച്ചത്. ഇന്ത്യൻ അസോസിയേഷൻ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയാണ്
ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചത്? സുരേന്ദ്രനാഥ് ബാനർജി. നെക്സ്റ്റ് നോക്കാം. സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചത് ആര്? സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചത് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്. മുഹമ്മദ് ഇക്ബാൽ. നെക്സ്റ്റ് നോക്കാം. ഘോര, ഗീതാഞ്ജലി എന്നിവ ആരുടെ കൃതികളാണ്? ഘോര, ഗീതാഞ്ജലി എന്നിവ ആരുടെ കൃതികളാണ് എന്നാണ് ചോദിച്ചത്. ആരുടേതാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ്. ഓക്കെ, ഘോര, ഗീതാഞ്ജലി എന്നിവ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ്. ഘോര എന്നതിന് ഇവിടെ തന്നെ കാണാം, ടാഗോർ എന്ന് കാണാം. ഘോര. ഓക്കെ, ഈ ഒരു എന്നത് രാ ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഘോര എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഘോര, ഗീതാഞ്ജലി എന്നിവ ആരുടെ കൃതികളാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ്. നെക്സ്റ്റ് നോക്കാം. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ ആരുടെ കൃതികളാണ്? സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ ആരുടെ കൃതികളാണ് എന്നാണ് ചോദിച്ചത്. പ്രേംചന്ദിന്റെ കൃതികളാണിത്. ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ 4 ഒരുമിച്ചല്ല തരിക, മിക്കവാറും ഓരോന്നായിരിക്കും തരിക. അതായത് സേവാ സദൻ ആരുടെ കൃതിയാണ് എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ പ്രേമാശ്രമം ആരുടെ കൃതിയാണ്, രംഗഭൂമി ആരുടെ കൃതിയാണ് എന്നെല്ലാം വന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എല്ലാം പഠിച്ചു വെക്കണം. ഓക്കെ, ഇവിടെ എല്ലാം ഒരുമിച്ച് കൊടുത്തതാണ്, എന്നാൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോന്നായിട്ട് തന്നെ പഠിക്കുക. സേവാ സദനും പ്രേമാശ്രമവും രംഗഭൂമിയും ഗോദാനും ആരുടെ കൃതികളാണ്? പ്രേംചന്ദിന്റെ കൃതികളാണ്. നെക്സ്റ്റ് നോക്കാം. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ ആരുടെ കൃതികളാണ്? കുറെ പാട്ടുകളാണ്. കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്, അതിന്റെ കൂടെ തന്നെ പാഞ്ചാലി ശബദം. ഇത് ആരുടെ കൃതികളാണ് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണിത്. ഓക്കെ, സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികളാണ്. നെക്സ്റ്റ് നോക്കാം. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ്. ഓക്കെ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. താഴെ കൊടുത്തവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തതാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് കൊടുത്തത്? ഇന്ത്യ രാജ്യം, ബാപ്പുജി, എന്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ. ഇതിലേതാണ് ആൻസർ വരുന്നത്? ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യം എന്നത് വള്ളത്തോളിന്റെ കൃതികളിൽ പെട്ടതല്ല. ബാപ്പുജിയും എന്റെ ഗുരുനാഥനും ഇന്ത്യയുടെ കരച്ചിലും വള്ളത്തോളിന്റെ കൃതികളാണ്. നെക്സ്റ്റ് നോക്കാം. ഹയാത്തി സാദി, ഹയാത്തി ജവീദ് എന്നിവ ആരുടെ കൃതികളാണ്? ഹയാത്തി സാദി, ഹയാത്തി ജവീദ് എന്നിവ ആരുടെ കൃതികളാണ് എന്നാണ് ചോദിച്ചത്. ആരുടേതാണ്? അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണിത്. ഓക്കെ, ഹയാത്തി സാദി, ഹയാത്തി ജവീദ് എന്നിവ ആരുടെ കൃതികളാണ്? അൽത്താഫ് ഹുസൈൻ ഹാലിയുടെ കൃതികളാണ്. നെക്സ്റ്റ് നോക്കാം. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ് എന്നാണ് ചോദിച്ചത്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? നിബന്ധമാല എന്ന കൃതി ആരുടേതാണ്? നേരത്തെ പറഞ്ഞാണ്, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിന്റെ കൃതിയാണ് നിബന്ധമാല എന്ന് പറയുന്നത്. അത് ഏത് ഭാഷയിലാണ് എന്നാണ് ചോദിച്ചത്. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. ഓക്കെ, മറാത്തി ഭാഷയിലാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിന്റെ കൃതിയാണ് നിബന്ധമാല. നെക്സ്റ്റ് നോക്കാം. പാഞ്ചാലി ശബദം എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? പാഞ്ചാലി ശബദം എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ് എന്നാണ് ചോദിച്ചത്. ആരുടെ കൃതിയാണെന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് പാഞ്ചാലി ശബദം എന്ന് പറയുന്നത്. ആരുടേതാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ
തമിഴ് ഭാഷയിലാണ്. ഓക്കെ, സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തമിഴ് പേരാണുള്ളത്. അപ്പോൾ പാഞ്ചാലി ശപഥം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ്. ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ തമിഴ് ഭാഷയിലാണ്. നെക്സ്റ്റ് നോക്കാം. പ്രേംചന്ദിന്റെ പ്രേമാശ്രമം എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? പ്രേംചന്ദിന്റെ പ്രേമാശ്രമം എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിലാണ്. ഓക്കെ, പ്രേംചന്ദിന്റെ പ്രേമാശ്രമം എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിലാണ്. നെക്സ്റ്റ് നോക്കാം. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആര്? വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംഷി നാരായണ പിള്ളയാണ്. ഓക്കെ, അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്. അംഷി നാരായണ പിള്ള. നെക്സ്റ്റ് നോക്കാം. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആര്? ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആര് എന്നാണ് ചോദിച്ചത്. അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. അബനീന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് നോക്കാം. കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആര്? കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഓക്കെ, അബനീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. നെക്സ്റ്റ്, സതി എന്ന ചിത്രം വരച്ചത് ആര്? സതി എന്ന ചിത്രം വരച്ചത് ആര് എന്നാണ് ചോദിച്ചത്. നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ് ആണ് സതി എന്ന ചിത്രം വരച്ചത്. ഓക്കെ, നന്ദലാൽ ബോസ്. നെക്സ്റ്റ് നോക്കാം. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആര്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് തന്നെയാണ്. ഓക്കെ, നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. നെക്സ്റ്റ് നോക്കാം. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആര്? ഇവിടെ ഗ്രാമീണ ജീവിതമാണ് ചോദിച്ചത്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷർഗിലാണ്. അമൃത ഷർഗിലാണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത്. ഗ്രാമീണ ചെണ്ടക്കാരൻ ചോദിക്കുകയാണെങ്കിൽ നന്ദലാൽ ബോസാണ്. എന്നാൽ ഗ്രാമീണ ജീവിതം ചോദിക്കുകയാണെങ്കിൽ അമൃത ഷർഗിലാണ്. നെക്സ്റ്റ് നോക്കാം. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഹരിപ്പുര സമ്മേളനമാണ് 1938. ഓക്കെ, 1938 നടന്ന ഹരിപ്പുര സമ്മേളനത്തിലാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ചത്. നെക്സ്റ്റ് നോക്കാം. സ്വദേശി സമരകാലത്ത് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകൾ ഉണ്ടായിരുന്നു? സ്വദേശി സമരകാലത്ത് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. എത്രയാണ് ആൻസർ? 8. ഓക്കെ, 8 താമരകളായിരുന്നു ഉള്ളത്. നെക്സ്റ്റ് നോക്കാം. സ്വദേശി സമരകാലത്ത് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പ്രതീകമായി നൽകിയത് എന്ത്? സ്വദേശി സമരകാലത്ത് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പ്രതീകമായി നൽകിയത് എന്താണ്? അർദ്ധചന്ദ്രനാണ്. ഓക്കെ, അർദ്ധചന്ദ്രനാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പ്രതീകമായിട്ട് നൽകിയത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്ന ചർക്കയോട് കൂടിയ ദേശീയ പതാക രൂപം നൽകുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ആരാണ് ചർക്കയോട് കൂടിയ ദേശീയ പതാക രൂപം നൽകുന്നതിൽ നേതൃത്വം നൽകിയത്? മഹാത്മാ ഗാന്ധിയാണ്. ഓക്കെ, മഹാത്മാഗാന്ധിയാണ് ചർക്കയോട് കൂടിയ ദേശീയ പതാക രൂപം നൽകുന്നതിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ് നോക്കാം. ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സത്യം, സമാധാനം. ഓക്കെ, സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നതാണ് വെള്ള നിറം. നെക്സ്റ്റ് നോക്കാം. ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ധീരതയെയും ത്യാഗത്തെയുമാണ്. ധീരത, ത്യാഗം, കുങ്കുമ നിറം. സത്യം, സമാധാനം, വെള്ള നിറം. നെക്സ്റ്റ് നോക്കാം. ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സമൃദ്ധിയെയും ഫലപുഷ്ടിയെയുമാണ് പച്ച നിറം
സൂചിപ്പിക്കുന്നത് സമൃദ്ധിയെയും ഫലപുഷ്ടിയെയുമാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണെന്നാണ് ചോദിച്ചത്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. 3:2 അനുപാതത്തിലാണ്. നീളം 3, വീതി 2. ഓക്കെ, ഇത് മാറിപ്പോകരുത്. വീതിയും നീളവും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ ഇത് തിരിച്ചിടണം. 2:3 എന്നിടണം. നോക്കുക ഏതാണ്. നീളമാണ് നൽകിയെങ്കിൽ അത് 3 ആണ്. വീതിയാണെങ്കിൽ അതെന്താണ് 2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാം. നീളത്തിന്റെ കണ്ടോ, ഞാൻ നിങ്ങൾ ഒന്ന് സൈഡിലേക്ക് തിരിച്ചിട്ടാൽ എന്തായി 3 ആയി. ഇവിടെ അതുപോലെ വാ ആണ്, വീതിയുടെ വാ ആണുള്ളത്. അതൊന്ന് സൈഡിലേക്ക് തിരിച്ചിട്ടാൽ എന്തായി 2 പോലെയായി അല്ലേ. അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. നീളവും വീതിയും ആകുമ്പോൾ 3:2 ആണ്. നെക്സ്റ്റ് നോക്കാം. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട്? ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. 24 ആരക്കാലുകളാണ് ഉള്ളത്. ഓക്കെ, ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് 24 ആരക്കാലുകളാണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കാം. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോൾ? ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഓക്കെ, 1947 ജൂലൈ 22-നാണ് ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. നെക്സ്റ്റ് നോക്കാം. ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം കാമയാണ് അല്ലെ. മാഡം കാമയാണ് ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത്. നെക്സ്റ്റ് നോക്കാം. മാഡം കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. മാഡം കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത് എവിടെ വെച്ചിട്ടാണ്? സ്റ്റുട്ട്ഗട്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ, സ്റ്റുട്ട്ഗട്ടിൽ വെച്ചിട്ടാണ് മാഡം കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത്. നെക്സ്റ്റ് നോക്കാം. മാഡം കാമ ഇന്ത്യയുടെ ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിൽ വെച്ച് ഉയർത്തിയത് ഏത് വർഷം? മാഡം കാമ ഇന്ത്യയുടെ ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിൽ വെച്ച് ഉയർത്തിയത് ഏത് വർഷമാണ്? 1907 ഓഗസ്റ്റ് മാസം. ഓക്കെ, 1907 ഓഗസ്റ്റിലാണ് മാഡം കാമ ഇന്ത്യയുടെ ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റുട്ട്ഗട്ടിൽ വെച്ച് ഉയർത്തിയത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, സിംഹം, കാള, കുതിര, ആന. അതിൽ സിംഹങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. എത്ര സിംഹങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിലുള്ളത്? 5 സിംഹങ്ങളാണുള്ളത്. ഓക്കെ, 4 എന്ന് എഴുതരുത്, 5 ആണുള്ളത്. 5 സിംഹങ്ങൾ ദേശീയ മുദ്രയിലുണ്ട്. അപ്പോൾ ഒരു കാളയും ഒരു കുതിരയും ഒരു ആനയും ഉണ്ടാവും അല്ലെ. ടോട്ടൽ സിംഹം, കാള, കുതിര, ആന എന്നിവയാണുള്ളത്. ടോട്ടൽ 8 എണ്ണമാണുള്ളതെന്ന് പറഞ്ഞു. അതിൽ 5 സിംഹമാണ്. അപ്പം ബാക്കി കാള, കുതിര, ആന എന്നിവ ഓരോന്ന് വീതമാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയൻസ് പഠിക്കാൻ മറക്കണ്ട. പഠിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്